ഗൈസ്, ഞാൻ ഇപ്പോഴും കോഴിക്കോട് മണ്ണിൽ തന്നെയാണ് കേട്ടോ. ഈ കോഴിക്കോട് മാത്രം അല്ല, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത്. ഞാനിവിടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി എന്തിനാണ് ഇവിടെ വന്നതെന്നറിയാം, നമ്മളിന്നൊരു ചലഞ്ചുമായിട്ട് ആണ് അറിയായിരിക്കും. അതായത് ചലഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ SM സ്ട്രീറ്റ്, അതായത് മിഠായി തെരുവിൻ്റെ എൻട്രൻസ്. നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ഒരു ശില്പമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണാം കേട്ടോ. മെയിൻ എൻട്രൻസ് ഇവിടെയാണ്, ഈ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ എൻട്രൻസിന് അടുത്ത് തന്നെയാണ്. അപ്പം ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ കേട്ടിട്ടുണ്ട് ഒരുപാട്, അതായത് നമുക്കിപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേ ഉണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചാലയുണ്ട്, ഇതേപോലെയൊക്കെയുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ടല്ലേ. പക്ഷേ അവിടെയൊക്കെ കിട്ടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടും ഇവിടുത്തെ സ്ട്രീറ്റിലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഇതുണ്ടോ 2,500. അതായത് ഈ 1000 രൂപയും കൊണ്ട് ഞാൻ ഇന്ന് SM സ്ട്രീറ്റിലേക്ക് പോവാണ്. ഈ 1000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് നോക്കണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് SM സ്ട്രീറ്റിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ഷോപ്പിംഗ് വിശേഷങ്ങളാണിന്ന് നമ്മുടെ വ്ളോഗിൽ. അതിനു മുമ്പ് ഞാനിവിടെ നമ്മുടെ SK പൊറ്റക്കാട് ആ എൻട്രൻസിൻ്റെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. കാരണം അവിടെ ഒരു തെരുവിൻ്റെ കഥാകാരനായിരുന്നു നമ്മുടെ SK പൊറ്റക്കാട്. പുള്ളിക്കുള്ള ആദരവ് എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു അദ്ദേഹത്തിന് ശില്പം വെച്ചിരിക്കുന്നത് കേട്ടോ. ഗൈസ്, ഇപ്പം ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേപ്പൂര് ഉരുവുണ്ടാക്കുന്നത് കാണാൻ പോയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ഒരു ടൈമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് നൈറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും സമയത്ത് ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ ആദ്യം പോയിട്ടൊരു നല്ല അടിപൊളി ചായ കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ പുറകിൽ കാണുന്നതാണ് കണ്ണത്താ ദൂരത്ത് പറന്ന് കിടക്കുന്ന മിഠായി തെരുവ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പണ്ടൊക്കെ ഇല്ലേ, പണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് മിഠായി തെരുവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ കൊച്ചുനാളിൽ വിചാരിച്ചില്ല മിഠായി തെരുവ് എന്ന് വെച്ചാൽ മിഠായി മാത്രം, സ്വീറ്റ് മാത്രം കിട്ടുന്നൊരു തെരുവാണെന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് പണ്ട് അങ്ങനെയായിരുന്നു. അതായത് മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ ഇവിടെ അറിയപ്പെടുന്ന SM സ്ട്രീറ്റ് എന്നാണ്. എന്താണ് SM സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് യൂറോപ്പുകാർ ഇവിടെ ഉണ്ടായത്, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരാണ് ഈ ഒരു സ്ട്രീറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. അന്ന് അവരുടെ പേരാണ് SM സ്ട്രീറ്റ് എന്നുള്ളത്. അതായത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. കാരണം പണ്ട് ഞാൻ പറയില്ലേ, സ്വീറ്റ്സ് ആയിരുന്നു ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഹൽവയായിരുന്നു. അപ്പം ഈ യൂറോപ്യൻസ് ഹൽവയ്ക്ക് പറയുന്ന പേരായിരുന്നു സ്വീറ്റ് മീറ്റ് എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പം ഇവിടെ മാറി സ്വീറ്റ് മീറ്റ്, അതായത് ഹൽവ മാത്രമല്ല, അല്ലെങ്കിൽ സ്വീറ്റ്സ് മാത്രമല്ല, പകരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളത് ഡ്രസ്സ്, പിന്നെ അതേപോലെ ചപ്പൽസ്, ഇലക്ട്രോണിക്സ്, കുട്ടികൾക്കുള്ള ടോയ്സ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ടൊരു ചായ കുടിക്കട്ടെ. ഐ എം സോ ടയേർഡ്. ചായ കുടിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഏകദേശം 2 കിലോമീറ്റർ കൂടുതലാണ് ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് പറന്ന് നടക്കുന്നത്. നമുക്കൊന്ന് ഫുള്ളായിട്ട് ഇത്രയും നടക്കണം കേട്ടോ. നമ്മൾ ഈ എൻട്രൻസ് കയറി കുറച്ച് ഒരു 50 മീറ്റർ അകത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്, ആര്യഭവൻ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഇവിടെ ആര്യഭവൻ. വില കുറവ് തരും കേട്ടോ. എല്ലാ ഐറ്റംസുകളും വില കുറവ്. 150 രൂപ 200 രൂപ ചെരുപ്പുകളൊക്കെ തരിക. ഷർട്ടുകള് ടോപ്പുകള് മിഡികളൊക്കെ
പുതിയ ഷോപ്പാണ്. വെരി ഓട്ടം ഫ്രീ ഔട്ടി വെരി ഗുഡ് ആ വെരി നോക്കാം പൈസ ഇല്ല ഫ്രീ ആണ് കേരികളി മോഡലുകളൊക്കെ നമ്മളോട് കയറി വെക്കാം. ഇവിടെ എല്ലാവരും നമ്മളിങ്ങനെ അകത്തേക്ക് വിളിക്കും കേട്ടോ. ഈ വിളിക്കുന്നതൊക്കെ എന്തെങ്കിലും ഓഫർ ഉണ്ടാവും. ഇതൊരു പുതിയ ഷോപ്പാണ്. നമുക്ക് ജസ്റ്റ് കയറിയിട്ട് കളക്ഷൻസ് നോക്കാം, പ്രൈസ് ഒക്കെ നോക്കാം. ഗൈസ്, നമ്മുടെ ഈ കടയിലെ ഒരു നല്ല കളക്ഷനാണിത്. ചേട്ടാ എത്ര 790 ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? എത്ര ഉണ്ടാവും? എത്രയാ? 90 700 അല്ലേ? അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് 700. അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. വരമൂട് തരാം, പലാസ് തരാം, പാട്ടിയെല്ലാം തരാം, പെണ്ണ് തരാം, ഷർട്ട് തരാം, ടീഷർട്ട് തരാം, വരമൂട് തരാം. വളരെ വളരെ വില കുറവ്. ഓയിൽ സാരി, കോട്ടൺ സാരി, പോളിസ്റ്റർ സാരി, കാഞ്ചീപുരം സാരി, ബനാറസ് സാരി, പട്ട് സാരി. കിടക്കുന്ന ടോപ്പിനൊക്കെ 200 രൂപയുള്ളൂ കേട്ടോ. അപ്പം ഇത് നമ്മൾ നോക്കിയെടുക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നല്ലത് ഏതാണെന്നൊക്കെ ഉള്ളത്. ഇത് ഡാമേജ് ഉണ്ട് അല്ലേ ചെറുതായിട്ട്? ഇത് കണ്ട്, ഇത് കുട്ടികൾക്കുള്ള ടോപ്പാണ് അല്ലേ? ഇതുണ്ടോ? 200 രൂപയുള്ളൂ, ജസ്റ്റ് 200 രൂപ ഇതിന്. പരന്നുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം വിലക്കുറവാണ്. 50% ഡിസ്കൗണ്ട് ആണ്. 4 ടോപ്പ് 5 2 പലാസോ കുട്ടിയാകുമ്പോ കോട്ടൺ ഉണ്ട്, ടോപ്പ് ഉണ്ട്, മാച്ച് ഉണ്ട്. വിലക്കുറവിന്റെ മാങ്ങാത്തിലേക്ക് കളിച്ചത്, വിലക്കുറവിന്റെ മാങ്ങാത്തിലേക്ക് കളിച്ചത്. ടോപ്പിന്റെ അടിയും പിടിയും പലാസിന് ചോട്ടും കൊത്തു. ടോപ്പിലേക്ക് മുസ്ലിമിലേക്ക് കയറിക്കോളി, മുസ്ലിമിലേക്ക് കയറിക്കോളി. 4 ടോപ്പ് 5 2 പലാസോ അവിടെ ഓഫർ ഡിസ്കൗണ്ട് ഒക്കെ വിളിച്ചു പറഞ്ഞ് ആകെ വട്ടായി നിൽക്കുക കേട്ടോ. പക്ഷെ എന്തായാലും നല്ല കളക്ഷൻ ഉണ്ട്. ഈ ടോപ്പ് ഉണ്ടാവും. ഈ കിടക്കുന്ന എല്ലാ കളക്ഷൻസും ജസ്റ്റ് 300 റുപ്പീസ് ഉണ്ട് കേട്ടോ. മിനി സ്കർട്ട് 390. ഇത് ലേഡീസ് ബോക്സ് 390. ഇത് പലാസോ ടൈപ്പാണ്, 400 സംതിങ്. ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ആകെപ്പാടെ കുളമായി. ഇത് ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ഇതെടുക്കാൻ പോവാണ്. ഇതിന് 350 ആണ് പ്രൈസ് പറഞ്ഞത്. ഇനി ഇവർ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുന്നത് നമുക്ക് ചോദിച്ചു കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ 1000 റുപ്പീസ് ചലഞ്ചിനകത്ത് നമ്മുടെ ആദ്യത്തെ ഷോപ്പിംഗ് ഇവിടെ നിന്നാണ്. ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഫാൻസ് ഇവരെനിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പ്രൈസ് കണ്ടില്ലേ, 250 ആണ് കേട്ടോ. 350 ആണ്. 100 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ സ്ട്രീറ്റിൽ വരുമ്പോൾ മറക്കണ്ട, ഈ ഷോപ്പിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇവിടെ വന്നോളൂ. നമ്മുടെ വ്ളോഗ് പറയുമ്പോൾ ഇവർ നല്ല ഡിസ്കൗണ്ട് തരും കേട്ടോ. കൊടുക്കണം കേട്ടോ. സ്ട്രീറ്റിൽ വന്നാൽ എല്ലായിടത്തും ഓഫർ വേണമെന്നില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ വരുമ്പോൾ ഇതേപോലെ കടകളുടെ മുന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഓഫർ ഉണ്ടാവും. പിന്നെ മിക്കവാറും ഈ ബോർഡ്, അത് ടൈറ്റിലില്ലേ, അവിടെ എല്ലാം ആദായ വിൽപ്പനയെന്നോ ഡിസ്കൗണ്ടോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കടയിൽ നല്ല തിരക്കാണ്, ഒന്ന് കയറി നോക്കാം.
കേട്ടോ. ഇതിന് 490 ആണ്. പിന്നെ അതേപോലെ ഇതുണ്ടല്ലോ, ഇതൊരു ഹാഫ് ടൈപ്പ് ഫ്രോക്ക് ടൈപ്പാണ്. ഇത് 560 ആണ് കേട്ടോ എൻ്റെ പ്രൈസ്. ഇത് 590. ഗൈസ്, എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 790 ആണ്. പക്ഷേ ഇത് നമ്മുടെ പ്രൈസ് ചാലഞ്ചിൽ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ചും കൂടെ കുറഞ്ഞ ടോപ്സ് നോക്കാൻ പോകണം. നല്ല ഷോളല്ലേ, കണ്ടോ? മാച്ചിങ് ഇഷ്ടംപോലെ കളർ സെലക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് 200. ഇതുണ്ടോ? നല്ല അടിപൊളിയൊരു മോഡലാണ് കേട്ടോ. ഇത് നല്ല മെറ്റീരിയലും ആണ്. പക്ഷേ ഇത് ഇത്ര കോസ്റ്റ്ലിയാണ്. 1500 ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കളക്ഷൻസ് ഉണ്ട്. അതായത് കാശ് കൂടുതലുള്ളവർക്കും കാശ് കുറഞ്ഞുള്ളവർക്കും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഷർട്ടുകളൊക്കെ 350 കടകാരിയൊക്കെയാണ് ദാടി SMN ഷർട്ട് 300, ജീന് 300. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ ചാലഞ്ചിൽ സെക്കൻഡ് ഐറ്റം ഇതാണ് കേട്ടോ. ഇതൊരു കുർത്തി മോഡലാണ്. ഇതാണ് ജസ്റ്റ് 250 ഉള്ളൂ. 250യുടെ ഒരുപാട് കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ട്. പിന്നെ ഇങ്ങനത്തെ കളക്ഷൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി കിടിലൻ കളക്ഷൻസ് ഒക്കെ വേറെ കിടപ്പുണ്ട്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വില കൂടിയതുണ്ട്, ഇതേപോലെ കുറഞ്ഞതുണ്ട്. പ്രൈസ് റേഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഈ കുർത്തിക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു പലാസോ മോഡൽ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അതെനിക്ക് കറക്റ്റ് സൈസ് കിട്ടി കേട്ടോ. അതിൻ്റെ ഡിഫറെൻറ്റ് സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 250 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 നമ്മുടെ ചലഞ്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ബില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇതെന്തല്ല, ഗൗൺ ആണല്ലേ, ഗൗൺ മോഡലാണ്. ഓക്കെ, നല്ല വെയിറ്റ് ആണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ബ്രൈഡൽ. എനിക്ക് തോന്നുന്നത് വെഡിങ് റിസപ്ഷനൊക്കെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലിടുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൈസ് റേഞ്ച് 5000, 6000, 9000 അങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും കേട്ടോ അവിടെ നിന്ന്. ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൻ്റെ വെഡിങ് ഡ്രസ്സിൽ കാണാൻ ഇതുണ്ടോ? നല്ല കിടിലൻ വർക്കാണ്. ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. ജസ്റ്റ് 4200 സംതിങ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ പറയുന്നത് ഇനിയും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ഡിസ്കൗണ്ട് ഒക്കെ തരുമെന്നാണ്. ഇതൊരു നിങ്ങളുടെ ഈ വെഡിങ് കളക്ഷൻസ് 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതാണ് നമുക്കറിയാലോ. നമ്മൾ ഈ ബുട്ടിക്കിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ അവർ വാങ്ങുമെന്നറിയാലോ. അപ്പം നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവ് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ളവർക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഷോപ്പിങ്ങിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, നല്ല ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്, ചീപ്പ് റേറ്റുള്ളത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഷോപ്പിംഗ് ആണ് ആക്ച്വലി ഇവിടെ. അറിയണ്ടോ?
ഇതാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് 2244. ഇതെത്ര 2000 സംതിങ് അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2000 സംതിങ്ങിൻ്റെ കേട്ടോ. നല്ല രസമുണ്ട് ഇത്. ഇതൊരു സിമ്പിൾ ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാം. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഇടാലോ. അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് ദേ ഈ ഗൗൺ അടിപൊളിയല്ലേ? നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 3995 ആണ്. പിന്നെ ആക്ച്വലി ഞാൻ എന്തിനാണ് നിങ്ങളിതൊക്കെ കാണിച്ചു തരുന്നത്? നമ്മുടെ പ്രൈസ് ചലഞ്ച് വെറും 1000 റുപ്പീസിൻ്റെയാണ്. അതിൻ്റെ ഷോപ്പിംഗ് നടക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളിവിടെ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വരണം, ഷോപ്പ് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കല്യാണത്തിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പോരാ. ശരിക്കും പറഞ്ഞാൽ അവിടത്തെക്കാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് പ്രൈസ്. എനിക്കിപ്പോൾ ഷോപ്പിംഗ് നമ്മൾ എറണാകുളത്ത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ പോയി വാങ്ങുമ്പോൾ അതിനേക്കാളൊക്കെ ഭയങ്കര പ്രൈസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഗൈസ് നമ്മുടെ ബില്ല് 500 കേട്ടോ. നീ ഇതിനകത്ത് ബാലൻസ് എത്രയുള്ളതെന്നറിയോ? വെറും 250 രൂപ. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. നമുക്ക് നോക്കാം. പിന്നെ ഇത് ഏത് ഷോപ്പാണ് നിങ്ങൾക്ക് കാണണ്ടേ? ഇതേ ഷീ ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ നല്ല വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സും ഉണ്ട്. മോഡേൺ ഉണ്ട്, അതേപോലെ ട്രഡീഷണൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ SM സ്ട്രീറ്റിൽ വരുമ്പോൾ ഒരു കാരണവശാലും വരാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. അത്യാവശ്യം നല്ല ഒരു ചെരുപ്പ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. 250 ഉള്ളൂ. ആ 250ക്കുള്ള ഒരു നല്ല ചെരുപ്പാണ് നോക്കുന്നേ. അപ്പോൾ ഇതിന് ഇതെത്ര 250 അല്ലേ? 200. ഇതിന് ജസ്റ്റ് 200 ഉള്ളൂ കേട്ടോ. ഈ മോളെ 200. ഇതൊക്കെ എത്രയാ? 250. ഇതോ 200. ആ ഇത് കൊള്ളാലോ. ഇതൊക്കെ എൻ്റെ സൈസിന് പറ്റുമോ? ഇതിൻ്റെ വലിയ സൈസ് ഉണ്ടോ? ആണല്ലേ. അതെ ഈ ചെരുപ്പിന് വെറും 200 ഉള്ളൂ പ്രൈസ് കേട്ടോ. പക്ഷെ എനിക്ക് ഇത് ഇത്തിരി വലുതാണ്. നേരത്തെ എടുത്തത് ചെറുതായിരുന്നു, ഇത് വലുതാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് വേറെ മോഡൽ നോക്കാം. വിഷുവിന്റെ കളക്ഷൻസ് ഇനി വരും അല്ലേ? ഇത് 230 ആണ്. പക്ഷെ ഇതും എനിക്ക് വലുതാണ് കേട്ടോ. അതിന് ഇതൊക്കെ ഇത്ര വലിയ മോഡലാണോ സ്റ്റൈല്? ഈ ചെരുപ്പ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ആക്ച്വലി ഈ കളർ ഇഷ്ടമായി, ഈ പാറ്റേൺ ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഇത്തിരി ചെറുതാണോ എന്നൊരു ഡൗട്ട്. അത് കാരണം ഞാനിങ്ങനെ കൺഫ്യൂഷൻ എടുത്തിരിക്കുക. ഇതിന് എത്രയാണ് പ്രൈസ്? 330 ആണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ചെരുപ്പ് തന്നെ ഇതെടുത്തു കേട്ടോ. ഈ ഒലിവ് ഗ്രീൻ എനിക്ക് ഈ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ചുരിദാറിൻ്റെ കൂടെയും അത്യാവശ്യം ഇതേപോലെ വേണമെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഇടാമെന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 330 ആണ്. അവർ 330 ഡിസ്കൗണ്ടിൽ 300 തന്നു. അപ്പോൾ നമ്മൾ 1000 ചാലഞ്ചിൽ 50 കൂടെ കയ്യിൽ നിന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ബില്ല് ചെയ്യാൻ പോണേ. ദേ 330 ആഫ്റ്റർ ഡിസ്കൗണ്ട് 300. ഇതാണ് ഇവരുടെ ഷോപ്പ് കേട്ടോ. എന്തായാലും മാറ്റ് കളേഴ്സ് അല്ലേ? മാറ്റ് കളേഴ്സ്. ഇവിടെ വരുന്നതിനെല്ലാം മാഡായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, വലിയ വിലയൊന്നും ഇല്ല. പിന്നെ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് ചപ്പൽസ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റ് അത് നിൽക്കില്ല. എത്രയായിരുന്നു അത് പറഞ്ഞാൽ? 350 450 ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ കോഴിക്കോട് വന്നിട്ട്, അതും മിഠായി തെരുവിൽ വന്നിട്ട് ഇവിടുത്തെ സ്വീറ്റ് മീറ്റ് കഴിക്കാതെ എങ്ങനെയാ പോകുന്നത് അല്ലേ? കോഴിക്കോടിന്റെ സ്വന്തം ഹൽവ. നമുക്ക് കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഹൽവ കുറച്ച് വാങ്ങിക്കാം കേട്ടോ.
പക്ഷെ അതിൻ്റെ 1000 ചലഞ്ചിനകത്തൊന്നുമില്ല, ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ സ്പെഷ്യൽ കോഴിക്കോട് ഹൽവ ആണോ? സ്പെഷ്യൽ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട്. ചില്ലി ഉണ്ട്, മുന്തിരി ഉണ്ട്. ചില്ലി ഉണ്ടോ? ഗ്രീൻ ചില്ലി, കാന്താരി. ഏതാണ്? അതോ ചില്ലി? ഇത് ചില്ലി ഹൽവ കേട്ടോ. കൊന്തരി ചെറുതായിട്ടോ. ഗോതമ്പും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കുന്നത്. ഗോതമ്പും തേങ്ങാപ്പാലും. ഗോതമ്പും തേങ്ങാപ്പാലും. പിന്നെ ബ്ലാക്കിൽ സ്പെഷ്യലാണ് നെയ്യ് ബ്ലാക്കില്ലേ നമ്മളെ പണ്ടത്തെ ബ്ലാക്ക് അതിന്റെ സ്പെഷ്യലാണ് നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്നത്. ഫുള്ള് ഗ്യാസിനോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളായിട്ട്. ഇത് അരിയല്ലേ? അരി. ഇത് നമ്മുടെ പണ്ട് മുതലെയുള്ള ഹൽവയാണ്, അരിയാണ്. പക്ഷെ ഇതുവരെ സ്പെഷ്യലായിട്ട് കാഷ്യൂ നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചക്ക ഉണ്ട് കേട്ടോ. ചക്ക ഉണ്ട്, മുന്തിരി ഉണ്ട്. ബീട്രൂട്ട് വരാണോ? വാട്ടർമെലൻ, തണ്ണിമത്തൻ. വാട്ടർമെലൻ ആണല്ലേ? ചക്ക ഉണ്ടെന്ന് അയച്ചു നോക്കി. എന്തൊക്കെ വെറൈറ്റി. ഇത് ആരാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചക്ക, മാങ്ങ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ തന്നെയാണോ? അത് ഇത് ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങളുടെ വീട്ടിലെ കുഴപ്പമുണ്ടോ? നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഇത് പിന്നെ കിവിൻ്റെ ആണ്. കിവി പിസ്ത മിക്സിങ് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആയിട്ടാണ്. ഇപ്പൊ ഗൈസ് ഞാൻ ഈ ചക്ക എന്ന് വെച്ച് നോക്കണേ. എനിക്ക് ചക്ക ചക്ക തന്നെയാണോ വേറെ? ഇതിപ്പോ എല്ലാം കൂടി അല്ലല്ല, ഇപ്പൊ എല്ലാം കൂടി മിക്സ് ആയി വരുമ്പോഴേ നമുക്ക് ടേസ്റ്റ് കുറഞ്ഞിങ്ങനെ മാറി മാറി. അല്ല അത് വേണ്ട, അത് കഴിച്ചു. എനിക്ക് ചക്കയായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇത് കിവിയാണ് കേട്ടോ. കിവിയും ഡേറ്റ്സും നട്ട്സും ഒക്കെയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിന് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതാ എടുക്കുന്നത്? അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് വാങ്ങാൻ പോവാം. നമ്മുടെ മിക്സഡ് ഹൽവ വന്നിട്ടുണ്ട്. ഇത് 1 കിലോ ആണ് കേട്ടോ. ഇതിന് വെറും 100 രൂപയേ ഉള്ളൂ. അപ്പം നമ്മുടെ കോഴിക്കോട് ഹൽവ പോലെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം ഉണ്ട്. എന്താ പറയുക, മലബാർ ചിപ്സ്. അത് സംഭവം വേറൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കായ വറുത്തതല്ലേ. ഇതാണ് സംഭവം. ജസ്റ്റ് കായ വറുത്ത്. ഇതും ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഇത് എന്താണെന്നറിയോ, ചേമ്പ് വറുത്തതാണ്. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോ 2 ആഴ്ചയായിട്ടുണ്ട്. ഇത് കിലോയ്ക്ക് എങ്ങനെ വില? ഇത് 320. കിലോയ്ക്ക് 320 രൂപയാണ്. അപ്പൊ ഞാൻ ഇതിന് കുറച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവർക്ക് നാണോ, ഇവര് ടൂറിന് വന്നതാണ് കേട്ടോ. അതായത് കോട്ടയത്ത് നിന്ന് വന്നെയാണ്. വയനാട് പോയിട്ട് ഇവിടെ ഇറങ്ങിയത് നമ്മുടെ സ്ട്രീറ്റിൽ വന്നിട്ട് ഇവിടുന്ന് ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, കുറേ കുട്ടികളാണ്. ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ. ഇത് കുട്ടി യൂട്യൂബറാണ്. എന്താ മോന്റെ ചാനലിന്റെ പേരെന്താ? അമേടെക്സ്. എന്താണ് ഇത് ചെയ്യുന്നത്? ക്രാഫ്റ്റ് ചെയ്യുന്നതാണോ? അടിപൊളി. ഞങ്ങളിവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൈമാറുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നു. അപ്പോൾ അതേ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. വേറെ ഒരു യൂട്യൂബറാണ്. എന്താ മോൻ്റെ പേരെന്താ? എന്താണ്? റോയൽ വ്ലോഗ് സാൻഡർ അല്ലേ? ആൻടെക്. എന്താണ് ഇത് ചെയ്യുന്നത്? നല്ല കിടും പിള്ളേരാണ് കേട്ടോ. വ്ലോഗ് മാത്രമല്ല, ടെക്ക്. എന്താ ടെക്കിനൊക്കെ എന്ത് ചെയ്യുന്നത്? അപ്പം അതേ ഗൈസ്, നിങ്ങളെല്ലാവരും ഇവരുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ മിഠായി തെരുവിലെ ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ 1000 rupees ചലഞ്ച് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതേ ഇവിടുന്ന് നമ്മൾ അൽവയും വാങ്ങിച്ചു. പിന്നെ ഈ 1000 rupees ചലഞ്ചിലല്ലാത്ത കുറച്ച് ഷോപ്പിങ്ങുകൾ ഞാനത് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാലോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ അടുത്ത വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വ്ളോഗിനായിട്ട് കാത്തിരിക്കുക. അതുവരെയും ബൈ, ടേക്ക് കെയർ.